कर रहा था। ഞാന് കുഞ്ഞുങ്ങളോടായി എന്റെ വാക്ക് മക്കളെ ഇത് യൂട്യൂബിലോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വരിയില് അത് മറ്റുള്ളവർക്ക് പ്രയോജനമാവും. मैंने ये कहा है कि बछड़ों का जो गीत है अगर वो यूट्यूब में डालेगा तो और लोगों को भी आशीष के कारण हो जाएंगे। എന്റെ കൊച്ചു പ്രായം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പാട്ടാണ് അവര് മലയാളം ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തി പാടിയത്. मेरे बचपन से सुन के आया हुआ दो गीत है, वह मलयालम और हिंदी में आज गाया है। ഒടുവിൽ പാടിയ പാട്ട് കല്യാണത്തിന് വേണ്ടി ചെറുക്കനെയോ പെണ്ണിനെയോ പ്രാർത്ഥിച്ചിറക്കാൻ നേരത്ത് പാടുന്ന ഒരു പാട്ടാണ്. അത് എല്ലാവരും അറിഞ്ഞിരുന്നാൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. जो आखिरी में जो गीत गाया है वो गीत हमारे गांव में शादी में जब लड़का और लड़की को प्रार्थना करके भेजने के समय गाने वाला गीत था, वो सभी लोग जाने को तो अच्छा रहेंगे। മരണ സംസ്കാര സമയത്തൊക്കെ പാടുന്ന പാട്ട് ഇതുപോലെ ട്രാൻസ്ലേഷൻ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടാമെന്ന് വരി അനേക ഉത്തരഭാരതത്തിലെ വേലക്കാർക്കൊക്കെ അത് പ്രയോജനം വരും. जो मृत्यु के समय भी गाने वाला जो गीतों को भी अनुवाद करते हुए यूट्यूब में सब डालेगा तो नॉर्थ में रहने वाला सभी के लिए आशीष के कारण हो जाएंगे। വരുന്ന കാലങ്ങളിൽ കർത്താവ് നിങ്ങളെ ഇതിനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. आने वाले दिनों में परमेश्वर आप लोगों को इसी कामों के लिए इस्तेमाल करे, ऐसा मैं प्रार्थना करता हूँ। ഇന്നലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുമ്പനാട്ട് സമാപ്തി കൺവെൻഷൻ ആയിരുന്നു. आज कल जो IPC के कुंभनाड़ कन्वेंशन के आखिरी दिन थे। കഴിഞ്ഞ ദിവസം ബാബു ചെറിയാൻ പാസ്റ്റർ ഒരു പ്രസ്താവന അവിടെ പറഞ്ഞു. അത് വാദത്തിനും വിവാദത്തിനും ഒക്കെ കാരണമായി. गया दिन जो प्रभु के दास वहां पर एक शब्द बोला था, उसके बारे में बहुत वाद विवाद होने लगा। രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ നിരീക്ഷണത്തിൽ കേരളം ഭരിക്കേണ്ടത് പെന്തക്കോസ്തുകാരാണ്. അത് കാസർഗോഡ് മുതല് കന്യാകുമാരി വരെയുള്ളതായ സ്ഥലങ്ങള് അവരാണ് തീരുമാനിക്കുന്ന രാഷ്ട്രീയ നിലവാരത്തെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാര് പറഞ്ഞത് ഞാനും മാധ്യമങ്ങളിൽ കാണുകയും വായിക്കുകയും ചെയ്തതാണ്. जैसे प्रभु के दास ने ऐसा कहा है कि आज के शासकीय जो काम है राष्ट्रीय रीति से कासरगोड से कन्याकुमारी तक जो है वहाँ शासन करने का जो लोगों को खड़ा करने वाला, अगर उनको अगुवाई करने वाला जो पेंतकोस्त के लोग होना चाहिए करके जो राष्ट्रीय लोग बोला हुआ बातों को प्रभु के दास भी सुना है। എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് കരിയമ്പലാവ് WMEയുടെ കൺവെൻഷൻ നടക്കുന്നത്. मेरे प्रभु के दास के गांव से 2 किलोमीटर आगे है करियमराव करके जो एक कन्वेंशन वहां पर चल रहा है। ഞാനും ആ കൺവെൻഷന് പോയിരുന്നു. प्रभु के दास भी उस कन्वेंशन में गया है। കുമ്പനാട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ നടക്കും. कुंभनाड़ में इंडिया पेंटकोस्ट चर्च के कन्वेंशन होता है। ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ ഉണ്ട്. चर्च ऑफ गॉड का कन्वेंशन होता है। ഷാരോന്റെ കൺവെൻഷൻ ഉണ്ട്. शारोन कलीसिया का कन्वेंशन होता है। ഞാൻ പറഞ്ഞത് ഇവിടെയെല്ലാം വരുന്നതായ ദൈവജനം അവരൊന്നുമില്ലാത്തവരായി പോവുകയാണ് ഈ ലോകപ്രകാരമുള്ളതിൽ. वहां पर जो आने वाला सभी लोग ये दुनियादारी का तरीका से देखेगा तो कुछ नहीं प्राप्त करते हुए जाते। ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാക്കന്മാര് ഒരു ക്രിസ്ത്യാനിയായ ഒരാള് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് कुछ सालों के पहले एक मसीह व्यक्ति मुख्यमंत्री होके रहने के समय നമ്മുടെ നേതാക്കന്മാർ അവരൊരിക്കലും ഒരു നിവേദനം കൊണ്ടുചെന്നു. ഞങ്ങൾ പെന്തക്കോസ്തുകാർ ഇതുപോലൊരു വലിയ ശക്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോളേജ് അനുവദിച്ചു തരണമെന്ന്. जैसे हमारा नेता लोग जो है उन लोग वहां पर एक निवेदन दिया, ऐसा कहा है कि हम पेंतकोस्त भी एक बड़ा एक संख्या एक झुंड है, इसलिए हमारे लिए एक कॉलेज का जरूरत है। ആ മുഖ്യമന്ത്രി അത് റിജക്ട് ചെയ്ത് തള്ളിക്കളഞ്ഞു. वहां का जो मुख्यमंत्री था उसने उसको इनकार कर दिया। അങ്ങനെ ഒക്കാഞ്ഞത് കൊണ്ടാണ് പവർ വിഷൻ എന്ന് പറഞ്ഞൊരു TV ചാനൽ ആരംഭിച്ചത്. उसके बाद एक पावर विशन करके एक TV चैनल शुरू किया। നന്ദർവാദിൽ ആദിവാസികളുടെ ഇടയിൽ ഞാൻ അവരുടെ ക്രൂസൈഡ് കൺവെൻഷന് പോയിട്ടുണ്ട്. हमें उनका जो आदिवासी लोगों के बीच में क्रूसेड कन्वेंशन सब और होता है, वहां पर प्रभु के दास भी चले गया है। അവിടുത്തെ ജനസംഖ്യ കണ്ട് ഞാൻ ദൈവത്തിന് സന്തോഷിച്ചിട്ടുണ്ട്. वहां के लोगों के झुंड देखकर परमेश्वर को मैं धन्यवाद किया है।
ഞാൻ 2 വർഷത്തിന് മുമ്പ് അവിടെ പോയി ഒരു വലിയ പ്രോഗ്രാമിന് സംബന്ധിപ്പാനും ദൈവം എനിക്ക് കൃപ തന്നു. 2 साल के पहले परमेश्वर के दास वहां पर जाके उस सभा में शामिल होने के लिए प्रभु ने अवसर दिया. അപ്പോൾ ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, तो बाबू चरियान पास्टर ने ऐसा कहा है, നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും നമുക്കും പ്രതിനിധികളെ അയക്കണമെന്ന്. जैसे हमें पार्लियामेंट में और वहां के जो मंत्रियों के हमें सभा में हम भी कुछ लोगों को भेजना चाहिए. നമ്മളും നമ്മളോട് നമ്മുടെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നവരാകാൻ അതിന് വേണ്ടുന്നവരെ ഉപയോഗിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. क्योंकि राष्ट्र को नियंत्रण करने वाला हम भी होना चाहिए, इसलिए उनके लिए हम प्रार्थना करना जरूरी है. ഇനിയും അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ ഉണ്ട് എന്ന് വരികിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു. अभी भी उनके बारे में वाद विवाद करने वाला कोई है तो मैं और एक बात कहना चाहता हूँ. വേദപുസ്തകം മാത്രമാണ് ഒരാളുടെ ധ്യാനം എന്ന് വരികിൽ केवल परमेश्वर के वचन ही एक व्यक्ति का मनन करना है करके बोलेगा तो ഒരിക്കലും ബന്ധക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ഡോക്ടറോ അല്ല ഒരു വക്കീലോ അല്ല ടാക്സ് കളക്ടർമാരോ ഉണ്ടാകാൻ പാടില്ല. अगर पेंतकोस्त लोगों के बीच में कोई भी वकील, कोई भी डॉक्टर, कोई जैसे टैक्स कलेक्ट करने वाला कोई नहीं होना चाहिए. കാരണം ഈ 3 കൂട്ടരും അവര് സത്യസന്ധമായിട്ട് ജോലി ചെയ്താൽ അവരുടെ ആശുപത്രിയിൽ അവരുടെ പ്രസ്ഥാനം പൂട്ടിപ്പോകും. क्योंकि उन्होंने सच्चाई से अगर काम करेगा तो उनके हॉस्पिटल वाला या उनके जो धंधा तो बंद हो जाएंगे. എന്നാൽ നമ്മളുടെ ഇടയിൽ ഇന്ന് അവരുടെ എണ്ണം പെരുകുകയാണ്. लेकिन आज के समय में हमारे बीच में से उनकी संख्या बढ़ते जा रहा है. രാജ്യത്തെ നിയന്ത്രിക്കാൻ നമ്മളോട് അവിടെ എത്തിക്കൂടെ എന്നാണ് എന്റെ ചോദ്യം. क्योंकि मेरा भी सवाल है कि राज्य के आगे बढ़ाने के लिए हम भी वहां पर पहुंचने में क्या दिक्कत है. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിത ആരാണ്? हमारा इंडिया का जो पहले आया हुआ जो वनिता या स्त्री कौन है? നമ്മൾ ഇത് ചിന്തിക്കേണ്ട കാലത്താണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ये सब हम सोचने के समय में आजकल हम पहुंच गए हैं. നമ്മള് ഈ പ്ലാറ്റ്ഫോമിൽ നിരവധി പേര് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നുണ്ട്. इस प्लेटफॉर्म में अनेक लोग प्रार्थना के लिए विनती करता है. നമ്മുടെ ദൈവദാസന്മാര് വിശ്വാസികളെ തല്ലുകൊണ്ട് ജയിലിൽ കിടക്കുന്നു. अनेक प्रभु के दास दासी लोग मार खाकर कैदी खाने में जेल में पड़ा हुआ है. അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ആളില്ല. उनके लिए बातें करने के लिए यहाँ पर कोई नहीं है. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ पौलुस तिमोथियुस को पत्र लिखने के समय 1 തിമോഥെയോസ് 2-ാം മുതലുള്ള വാക്യത്തിൽ പറയുന്നു, पहले तिमोथियुस के पत्र और उसके दूसरे अध्याय उसके पहले आयत से ऐसा कहता है, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കണമെന്ന് പറഞ്ഞു. यहाँ पर पौलुस कहता है, अब मैं सबसे पहले यह उपदेश देता हूं कि विनती और प्रार्थना और निवेदन और धन्यवाद सब मनुष्यों के लिए किया जाए, राजाओं और सब ऊंचे पद वालों के निमित्त, इसलिए कि हम विश्वास और चैन के साथ सारी भक्ति और गंभीरता से जीवन बिताए. ലോക രാജ്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇസ്രായേൽ എന്നൊരു ജാതിയായിരുന്നു. दुनिया के राज्यों को नियंत्रण करने वाला इसराइल करके एक जाति थे. അത് അബ്രഹാമിനെ ദൈവം ഉപയോഗിച്ചു. उसके लिए अब्राहम को परमेश्वर ने नियुक्त किया. ഇസ്ഹാക്ക് യാക്കോബിന്റെ കാലത്ത് ഒരു പുത്രൻ മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. इसहाक याकूब के समय में एक झुंड मिस्रईम में जाना पड़ा. യോസേപ്പാണ് മിസ്രൈമിനെ അന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. जोसेफ ने जो मिस्रईम को नियंत्रण कर रहे थे. യോസേപ്പ് പറയുന്നതിന് വിരോധമായി ഒരു മനുഷ്യനൊരു വിരലനക്കുവാനില്ലായിരുന്നു. जोसेफ जो कुछ कहते हैं उसके विरोध में बोलने के लिए, अगर उसके विरुद्ध में उंगली उठाने के लिए कोई भी मनुष्य नहीं थे. മിസ്രൈം ദേശത്തെ നിയന്ത്രിച്ചത് മോശയായിരുന്നു. जो मिस्रईम देश को नियंत्रण किया था मूसा था. മോശ പറയുന്നതിന് അപ്പുറം ഒരു മനുഷ്യന് പറയാൻ അവിടെ ഇല്ലായിരുന്നു.
मूसा ने जो कहता है उसके विरुद्ध में बोलने के लिए कोई मनुष्य वहां नहीं थे। മോശ ചെയ്തതുപോലെ മന്ത്രവാദികളും ചെയ്തിരുന്നു. मूसा ने जो कुछ वहां पर काम किया है वैसा जादू टोना करने वाला भी करने लगा। 1, 2, 3 അത്ഭുതങ്ങളെല്ലാം അവര് നടത്തി കഴിഞ്ഞു. 2-3 चमत्कार उन लोग भी किया है। എന്നാൽ മോശയുടെ വാക്കിന്റെ മുമ്പിൽ മന്ത്രവാദികൾ പറയുകയാണ്, ഇത് ദൈവം തമ്പുരാന്റെ കൈയാണ്, ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും സാധിക്കയില്ല എന്ന്. लेकिन मूसा के बातों के सामने वहां के जादू टोना करने वाला खड़ा होकर कहते हैं कि ये परम प्रधान परमेश्वर के हाथ है, इसमें हम कुछ नहीं कर पाएंगे। ഏലിയാവിന്റെ കാലത്ത് ഏലിയാവാണ് രാജ്യത്തെ നിയന്ത്രിച്ചത്. एलिया के समय में एलिया इस राज्य को नियंत्रण किया था। ഞാൻ പറയണം മഞ്ഞുമഴ ഉണ്ടാകണോ വേണ്ടായോ എന്ന്. अगर मैं बोलना चाहिए कि वर्ष होना चाहिए कि या मेघ बरसना चाहिए। ഒരു മൊർദെഖായി ഒരു എസ്തേറുമാണ് രാജ്യത്തെ നിയന്ത്രിച്ചത്. एक मोर्दकाई और एक एस्तेर ने राज्य को कंट्रोल किया है। ലോകരാജ്യങ്ങളിൽ ചിതറിക്കിടന്ന യഹൂദന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ഒരു മൊർദെഖായി ഒരു എസ്തേറും ആവശ്യമായിരുന്നു. हमें दुनिया में इधर उधर तितर बितर पड़ा हुआ यहूदी लोगों को एकत्र करने के लिए एक मोर्दकाई और एक एस्तेर का जरूरत था। ഒരു രാജാവ് മരിക്കാനും രാജ്യത്തെ നിയന്ത്രിക്കാനും ദൈവം തമ്പുരാൻ ഉപയോഗിച്ചത് ദാനിയേലിനെയും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെയുമായിരുന്നു. एक राजा को और वहां के अधिकारियों को नियंत्रण करने के लिए परमेश्वर जो इस्तेमाल किया है दानिയേൽ और शद्रक मेशक अबेद्नेगो। അവര് പറയണം അവിടെ എന്തെങ്കിലും നടക്കണോ എന്ന്. उन्हीं लोग बोलना चाहिए कि वहां पर जो कुछ होना चाहिए। കർത്താവിന്റെ കാലത്തും പുരോഹിതന്മാരിൽ അനേകർ വിശ്വസിച്ച് സ്നാനമേറ്റു എന്ന് ബൈബിളുണ്ട്. प्रभु यीशु मसीह के समय में ऐसा कहता है कि अनेक शासकीय लोग याजकीय लोग जो विश्वास किया और बपतिस्मा लिया है। രാജകീയ പദവിയിലും കർത്താവിനെ വിശ്വസിച്ചവരുണ്ടായിരുന്നു. राजकीय पद में बैठा हुआ लोग भी यीशु मसीह पर विश्वास किया हुआ था। യോസേഫ് രാജകീയ പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ്. जो सब राजकीय जो शासन का अधिकार में बैठा हुए व्यक्ति थे। അപ്പോൾ അദ്ദേഹം ചെന്ന് ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ ശമം ചോദിച്ചു എന്നാണ് വാക്യം വായിക്കുന്നത്. हियाव के साथ परमेश्वर के पास जाके माफी मांगा है या पश्चाताप किया करके लिखा है। അദ്ദേഹത്തിന്റെ കല്ലറയിലാണ് കർത്താവിനെ അടക്കിയത്. അദ്ദേഹത്തിന്റെ കല്ലറയിലാ കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയത്. उसी के कब्रिस्तान में प्रभु यीशु मसीह के जो उनको गाड़ने के लिए या रखा था। കാരണം പ്രവചന ഭാഗമുണ്ട്, അവന് സമ്പന്നന്മാരോടുകൂടെ ഓഹരി കൊടുത്തു എന്ന്. क्योंकि भविष्यवाणियों में ऐसा लिखा है कि उनको जो संपन्न लोगों के साथ उनको भाग दे दिया है। അവിടുത്തെ പ്രമാണിമാരുടെ ഭാര്യമാരെല്ലാവരും വസ്തുവകൾ വിറ്റുകൊണ്ടുവന്ന് കർത്താവിന് ശിഷ്യന്മാർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ബൈബിളിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. वहां का जो शासकीय अधिकारी लोगों के पत्नी लोग अपने संपत्तियां सब भेजकर वो पैसा लेके आके प्रभु के चेलों के सेवकाई किया है करके लिखा है। അപ്പോൾ നേതൃത്വ നിരയിൽ ദൈവത്തെ വിളിക്കുന്നവരുണ്ടായിരുന്നു എന്നുള്ളത് ബൈബിളിന്റെ ചരിത്രമാണ്. तो नेतृत्व में जो खड़ा हुआ लोग परमेश्वर का सेवकाई में किया हुआ है करके जो इतिहास में लिखा हुआ बात है। കുറേയേറിയ വർഷങ്ങൾ ഞാൻ ബോംബെയിലായിരുന്ന കാലത്ത് അവിടെ കല്യാണില് എന്റെ അയലോകക്കാരത്ത് ഞങ്ങള് ഒരു സ്കൂളിൽ പഠിച്ച ജൂനിയർ സീനിയറായിട്ട് പഠിച്ച ഒരു പെൺകൊച്ച് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചു വരുവാനിടയായി. मुंबई में रहने के समय वहां पर एक साथ पढ़ाई किया हुआ एक लड़की थी, वो बढ़ के आने की बात कांग्रेस का एक नेता बन के खड़ा हो गया। അവൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾക്കെല്ലാം വലിയ ഉത്സാഹമായിരുന്നു. वो यहाँ पर रहने के समय वहाँ के केरला वाला सभी लोगों को बहुत उत्साहित थे। അവിടെ ഏതൊരു പ്രശ്നം മലയാളികൾക്കുണ്ടായാൽ ഇവൾ ഇടപെടുമായിരുന്നു. यहाँ के केरला वालों के लिए अगर कोई भी समस्या होता है तो वो जल्दी भाग के उधर आ जाता था। പൗലോസ് പറയുന്ന വാക്കാണ് ഞാൻ വായിച്ചത്. मैंने ये पढ़ा है कि पौलोस ने जो बोला हुआ वचन, നമുക്ക് സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് आमेन, यहाँ पर जो कहता है आमेन, हम गंभीरता से अपने जीवन बिताने के लिए രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചന കഴിക്കണമെന്ന് പറഞ്ഞു. राजाओं और सारे ऊंचे पद में रहने वालों के लिए प्रार्थना करना चाहिए। പക്ഷത്തു നിന്ന് പക്ഷപാതം ചെയ്യണമെന്ന് പറഞ്ഞു. उनके लिए बिचवाई होकर प्रार्थना करना है करके वचन कहते हैं।
സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞു. उनके लिए धन्यवाद करना, उनके निमित्त धन्यवाद करना चाहिए. സകലരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. सभी लोगों से ये बातों को बताना है करके पौलुस कहते हैं. നമ്മുടെ ട്രെൻഡ് അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് സത്യമാണ്. आमेन. हम जो वहां के लोगों के लिए प्रार्थना करते हैं, ये सच बात है. പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് പാർലമെന്റിലേക്കോ ലോകസഭയിലേക്കോ ഒന്നും ഒരാളെ അയക്കാൻ നമുക്ക് മനസ്സില്ല. क्योंकि या पार्लियामेंट में या अगर प्रेज़ द लॉर्ड वहां के ऊंचे पद में भेजने की, हमारे बीच में से किसी को भेजने के लिए हम तैयार नहीं है. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആളില്ല. इसलिए हमारे लिए बातों करने के लिए, हमारे बातों को वहां पर बताने के लिए कोई नहीं है. ഞാൻ മാധ്യമത്തിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. प्रभु के दास जो मंदिरों के मंदिर में देखा हुआ एक बात है, എല്ലാ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ളവരെല്ലാവരും ഇവിടെ നിയമസഭയിലും പാർലമെന്റിലും ബൈബിളിലെ വാക്യം ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നത്. जैसे हमें पार्लियामेंट में होने दो और जो वहां के नियम सभा में होने दो, वहां के जो लोग हैं केरला वाला परमेश्वर के वचन का जो लेकर वहां पर बातें करना शुरू करते हैं. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് കുമ്മനാട് കൺവെൻഷൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യമാണ് ഈ കൺവെൻഷൻ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത്. जैसे अपना जो ऑपोजिट में जो है वी.डी. सतीशन केरला का एमएलए है, उसने जो ऐसा कहा है कि मैं तीसरी बार इसी कन्वेंशन में शामिल हुआ. എനിക്ക് ആദ്യമായിട്ട് 99-ലാണ് ഇവിടെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത്. उसने कहा है 99 में पहले बार, 99 वर्ष में पहले बार मैं यहाँ पर आके बातें किया है. അന്നാണ് എനിക്ക് യേശുവിന്റെ വചനം ബൈബിൾ വായിക്കാൻ ഒരു ആവേശം തോന്നിയത്. उस दिन मुझे बाइबल पढ़ने के लिए अंदर से मुझे एक इच्छा हुआ है. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ എല്ലാം ഒരുപാട് വേദികളിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. इसी कारण मसीह लोगों के ऐसा सभाओं में बातें करने के लिए मुझे भी अवसर मिला है. നിയമസഭ കൂടുമ്പോൾ അവിടെയും ദൈവവചനമാണ് അവർ കോട്ട് ചെയ്യുന്നത്. जैसे मंत्री लोगों के सभा होने के समय वहां पर भी परमेश्वर के वचन वहां पर करते हैं. അച്യുതാനന്ദ ഒരിക്കൽ നിയമസഭ കൂടിയപ്പോൾ അവിടെ പറഞ്ഞു, ചാകാത്ത മുഴുവൻ കടാത്ത തീയിലും വീഴുന്ന കാര്യം പറഞ്ഞു. एक बार अच्युतानंदन मंत्री होके रहने के समय उसने ऐसा कहा है कि जो ना मरने वाला कीड़ा, ना बुझने वाला आग के बारे में. ഇവർക്കെല്ലാം കയ്യിൽ എടുത്തുപയോഗിക്കാൻ കൊള്ളാത്ത ബൈബിൾ വചനങ്ങളാണ്. इन लोग सब जो इस्तेमाल करता है, नहीं तो बातें करता है परमेश्वर के वचनों के द्वारा. അങ്ങനെ ഇവിടെ വായിച്ചു, യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും കഴിക്കണമെന്ന്. यहाँ पर हम पढ़ा है कि जो विनती करना है और निवेदन करना है और धन्यवाद करना है. അത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ दानियल के किताब 9वां अध्याय उसका 3रे आयत से हम देखिएगा तो, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണയിൽ കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. तब मैंने अपना मुख परमेश्वर की ओर करके गिड़गिड़ा के साथ प्रार्थना करने लगा और उपवास कर टाट पहन कर राख में बैठ कर वरदान मांगने लगा. അപ്പോൾ ദാനിയേലിന്റെ അവിടുത്തെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. तभी हम ये बातों को जानना है कि दानियल का वहां के जो अवस्था, नहीं तो दानियल कौन सा पद में बैठा है. രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ദാനിയേലാണ്. राज्य को नियंत्रण करने वाला दानियल था. ആ ദാനിയേലാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായപ്പോൾ ദൈവത്തിലേക്ക് മുഖം തിരിച്ചിരിക്കുന്നത്. उसी दानियल जब ये समस्या बढ़ने के समय परमेश्वर की ओर अपना मुंह फेर लिया है. എന്റെ 4ാമത്തെ വാക്യം, എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, 4 आयत में लिखा है, मैंने अपने परमेश्वर यहोवा से इसी प्रकार प्रार्थना कर दिया. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ന്യായവും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ. हम ऐसा कहता है कि
प्रभु तो महान और भय योग्य परमेश्वर है, जो अपने प्रेम रखने और आज्ञा मानने वालों के साथ अपनी वाचा को पूरा करता और करुणा करता रहता है। ഈ ദാനിയേൽ ഇസ്രായേലിന്റെ മുഴുവൻ പാപം കൂടെ വഹിച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. दानिയേल सभी लोगों के पाप का बोझ लेकर वहां पर प्रार्थना कर रहा है। ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ യഹൂദ ജാതി പാപം ചെയ്തു. वहां पर कहता है कि और हमने पाप किया है, വികടമായി നടന്നു, हम जो गलत काम व्यवस्था में चला है, ദുഷ്ടത പ്രവർത്തിച്ചു, हम जो दुष्टता के काम किया है, ഞങ്ങൾ മത്സരിച്ചു, हम बलवा किया है നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു, और तेरी आज्ञाओं नियमों को तोड़ दिया है। ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചില്ല. और तेरे जो दास नबी लोग हमारे राजाओं, हाकिमों, पूर्वजों और सब साधारण लोगों से भी तेरे नाम से बातें करते थे, उनकी मानने ना किया। ഈ ദാനിയേലിന് അവിടുത്തെ സ്ഥാനം എന്താണെന്ന് നമുക്ക് ബൈബിൾ അറിയാം. दानिയേल के वहां के जो पोजीशन या उनके जो स्थान क्या है करके हम जानते हैं। ദൈവത്തോട് യാചനയും പക്ഷപാതവും കഴിക്കുകയാണ് ദാനിയേല്. परमेश्वर से विनती और निवेदन करते हैं दानिയേल। അപ്പോൾ ദാനിയേല് രാജസ്ഥാനത്തുള്ളത് കൊണ്ടല്ലയോ അത് സംഭവിച്ചത്. तो ये हम सोचना है कि दानिയേल राजस्थान में बैठा हुआ है, जो ऊंचे पद में बैठा है, इसलिए उन्हें ऐसा अवसर मिला है। നമുക്ക് നമ്മുടെ ഇടയിലും അധികാരികൾ എഴുന്നേൽക്കുവാൻ പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും നടത്തേണ്ടത് ആവശ്യമാണ്. तो हमारे बीच में से अधिकारी लोग निकलने के लिए, आगे आने के लिए विनती करना, निवेदन करना जरूरी है। നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവജനത്തെ എഴുന്നേൽപ്പിക്കും. हम प्रार्थना करेगा तो हमारे बीच में से परमेश्वर लोगों को खड़ा करेंगे। നമ്മുടെ ഇടയിൽ വക്കീലന്മാര്, ഞാന് ആദിവാസികളുടെ ഇടയിൽ മീറ്റിങ്ങിന് പോയപ്പോ കണ്ടു, അവരുടെ ഇടയിലും വക്കീലന്മാരും ഡോക്ടർമാരും എല്ലാവരും അവകാശമുള്ളവരുണ്ട്. हमें प्रभु के दास है, जैसे आदिवासी लोगों के बीच में सेवकाई में गया है, तभी देखा है वहां पर वकील लोग, डॉक्टर लोग और जो हमें ऊंचे पद में रहने वाला वहां पर बहुत सारे लोग हैं। ഇന്ത്യയുടെ ഭരണത്തിന് നടത്താൻ അവരെ എഴുന്നേൽപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും വേണം. इंडिया में भी अधिकारी लोग बाहर आने के लिए हम विनती और निवेदन प्रार्थना करना जरूरी है। അതിന് സങ്കീർത്തനം 149 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. भजन संगीत 149 भजन संगीत में ऐसा लिखा है। അവർ അതിന്റെ 6-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 6वां पद से ऐसा लिखा है। അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. उनके कंठ से ईश्वर की प्रशंसा हो और उनके हाथों में दोधारी तलवार रहे। ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും, क्योंकि जाति लोगों को हमें दंड देना और जो अन्य जातियों को पलटा कर सके और राज्य के लोगों को ताड़ना दे। ജാതികൾക്ക് പ്രതികാരം നടത്തണം, क्योंकि जातियों को हमें जो पलटा ले सके। വംശങ്ങൾക്ക് ശിക്ഷ നടത്തണം, राज्य के लोगों को ताड़ना दे। അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാൽ ബന്ധിക്കണം, और उनके राजाओं को संगोलों से बांधना। അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലകളാൽ ബന്ധിക്കണം, और उनके प्रतिष्ठित पुरुषों को लोहे की भेड़ियों से जकड़ रखे। എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടപ്പിലാകണം. जो लिखे रखा हुआ जो नियम है उनका ऊपर कार्रवाई करे। അങ്ങനെ നടപ്പിലാകുമ്പോൾ അത് അവരുടെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. वैसा ही जब होने के समय और ना उन्हें ठहराया हुआ दंड दे, उसके सब भक्तों की ऐसी की प्रतिष्ठा होगी या यहाँ की स्तुति करो। 107 സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 107 भजन संगीत का 10वां आयत में ऐसा लिखा है। ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും
107:10. വാക്യം പറഞ്ഞു മൊത്തം. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും परमेश्वर के वचनों के विरुद्ध चले അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് और परम प्रधान की सम्मति को तुच्छ जाने, ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന് जो अंधियारे और मृत्यु की छाया में बैठे അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ और दुख में पड़े और भेड़ियों से जकड़े हुए हैं, അവരുടെ ഹൃദയത്തെ അവർ കക്ഷത കൊണ്ട് താഴ്ത്തി तब उसने उनके कष्ट के द्वारा दबाया. നമ്മുടെ ഇടയിൽ നിന്നും ആൾക്കാരെ എഴുന്നേൽപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. हमारे बीच में से भी लोगों को खड़ा करने के लिए हम प्रार्थना करना जरूरी है. ഉത്തരഭാരതത്തിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാര് അവരുടെ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കണം. उत्तर भारत में जो परमेश्वर का सेवकाई करने वाला जो लोग हैं उनको और प्रोत्साहन देना है. ദൈവത്തിന്റെ ദാസന്മാര് പ്രാർത്ഥിച്ചാൽ അവരുടെ ഇടയിൽ നിന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളെ എഴുന്നേൽപ്പിക്കും. परमेश्वर के दास लोग प्रार्थना करेगा तो हमारे लिए बातों करने के लिए हमारे बीच में से लोगों ഇന്ന് को खड़ा करेगा. നല്ല വിദ്യാഭ്യാസമുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. आज अच्छा पढ़ा लिखा लोग हमारे बीच में है. എന്തുകൊണ്ടാണ് നിയമസഭയിലോ പാർലമെന്റിലോ ഒക്കെ നമ്മുടെ ആളില്ലാതെ പോകുന്നത്? क्यों नियमसभा में पार्लियामेंट में जो लोग क्यों नहीं जा रहा है? ദൈവവചനം പറയുന്ന ഭാഗങ്ങളിലെല്ലാം പ്രവാചകന്മാരുണ്ടായിരുന്നു രാജാവിന്റെ സന്നദ്ധിയിൽ ദൈവിക ദൂതറിയിക്കാൻ. हमें परमेश्वर के वचनों को बताने के लिए, परमेश्वर के वाणियों को बताने के लिए राजाओं के सभा में परमेश्वर के दास लोग थे. ഇന്ന് പ്രവാചകന്മാരെ അതിന് കാണാനില്ല. आज उसके लिए भविष्यद्वक्ता लोगों को दिखाई नहीं दे रहा है. ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട് എന്ന്. एक छोटी सी एक लड़की ने ऐसा कहा है कि हमारा गांव में एक भविष्यद्वक्ता है. നമ്മുടെ യജമാനൻ കുഷ്ഠരോഗിയാണ്. हमारा स्वामी तो अभी कोड़ी की बीमारी से നമുക്ക് അങ്ങോട്ട് അദ്ദേഹത്തെ ഒന്ന് വിടാമെന്ന് വരികയിൽ ആ പ്രവാചകൻ സൗഖ്യം വരുത്തുമെന്ന് പറഞ്ഞു കൊടുത്തു. अगर हमारा ये स्वामी वहां पर जाएगा तो उसको भविष्यद्वक्ता इन्हें चंगाई कर सकता है. ആ വാക്ക് കേട്ട് രാജാവിന്റെ ഒരു കൈപ്പട കത്തും എഴുതി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ये बातों को सुनकर राजा के हाथों से एक चिट्ठी लेके उन्हें वहां पर भेज दिया. നമുക്ക് ആ വിഷയം അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. मैंने ये बातों को जानता है इसलिए मैं ऐसा बोल के कदम करता हूँ. അപ്പോൾ ആ നയമാൻ ചെന്ന് പറ്റിയത് എലീശയുടെ ഒരിക്കലാണ്. तो उस नामान जो सीधा गया है एलीशा के पास पहुंच गया. ഇന്ന് നീ ചെന്ന് യോർദാനിൽ മുങ്ങാൻ പറഞ്ഞു. एलीशा ने उसको कहा तुम यॉर्दान में जाके डुबकी मारो. മുങ്ങിപ്പൊങ്ങിയപ്പോൾ തന്നെ കുഷ്ഠം മാറി. उसने जब डुबकी मारा तो उनका कोड़ी का बीमारी चले गया. അത് ദേശത്ത് വലിയ സ്വാധീനത വരുത്തി. अगर देश में बड़े कार्य करने लगा. ഇന്ന് നമ്മുടെ ഇടയിൽ സ്വാധീനത വരുത്താൻ അങ്ങനെ ഒരാളില്ല. आज हमारा बीच में भी ऐसा लोगों के सामने ये करने के लिए, नहीं तो लोगों को आगे ले आने के लिए ऐसा कोई नहीं होता है. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിൽ പേരിന് പോലും ആളില്ല. जिन चमत्कारों को दिखाने के लिए हमारे बीच में आज लोग कोई नहीं है. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവദാസന്മാര് സഭകളിലെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കണം ഇപ്പോഴേ. इसलिए हमारे लिए बातें करने के लिए कलीसियाओं में छोटे जो बच्चों को भी प्रोत्साहन करना जरूरी है. അവരെ ധൈര്യപ്പെടുത്തണം. उन्हें हियाब देना जरूरी है. ശുശ്രൂഷകന്മാര് കൂട്ടു ശുശ്രൂഷകന്മാരെ ധൈര്യപ്പെടുത്തണം. जो सेवका करने वाला लोग दूसरा जो सेवकाई करने वाले लोग हैं उनको भी प्रोत्साहन देना है. നിസ്സാര കാര്യത്തിന് കൂട്ടു ശുശ്രൂഷകന്മാരെ മനോവേദനയിലാക്കരുത്. छोटे छोटे विषयों के लिए साथ में जो सेवा करने वालों लोगों का दिल को दुखाने नहीं. അവരെ ധൈര്യപ്പെടുത്തി നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കും കഴിയും എന്ന് പറഞ്ഞു കൊടുക്കണം. उन्हें हियाब देना चाहिए और उनसे कहना चाहिए या तुमसे ये काम हो सकता है. ഇന്ത്യ മഹാരാജ്യം നമ്മുടേതാണെന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയണം. ये भारत हमारा है करके हमारे छाती पर हाथ रख के हम बोलना चाहिए. ഇത് നമ്മുടെ ജന്മഭൂമിയാണെന്ന് പറയണം. ये हमारा जन्मभूमि है करके बोलना जरूरी है. ന്യായപ്രമാണം പറഞ്ഞു ജന്മപിതാക്കന്മാരെ ഇട്ട അതിരു മാറ്റുകയോ ജന്മഭൂമി വിൽക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. जो व्यवस्था में लिखा है और अपने जन्मभूमि हो और पिता लोग जो डाला हुआ सीमा को भी नहीं हटाना.
ഭാരതീയരായ നമ്മുടെ ജന്മഭൂമിയാണ് ഇന്ത്യ മഹാരാജ്യം. भारत में रहने वाला हमारा जन्मभूमि है, हमारा ये भारत. ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കാൻ ദൈവമക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. हमें ये अवस्थाओं को बदलने के लिए केवल परमेश्वर के लोगों से ही हो सकता है. നമ്മളെല്ലാവരും ഈ തിമോഥെയോസിന് ലേഖനം എഴുതിയ വാക്കുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 അവര് ദൈവമക്കളെ തല്ലിക്കൊന്ന് എഴുതിക്കൊണ്ടിടുക. हमें ये तीमुथियुस के पत्री के आधार में हम सभी लोग उनके लिए प्रार्थना करते 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 उन्होंने जब परमेश्वर के दास दासियों को मार खिलाकर उन्हें कैदी खाने में या जेल में डाल दिया जाता है. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാ. सभी लोग प्रार्थना करते उन्हीं लोगों के लिए. പ്രാർത്ഥിക്കും തോറും കുംഭമേള നടത്തി മുടിയുക. ഇത് हमें प्रार्थना करते करते उन लोग जैसे हमें जो मूर्ति पूजा करते वो खत्म हो जाते हैं. എന്നാൽ ദൈവമക്കൾ എഴുന്നേൽക്കാമെന്ന് ഒരു കാര്യങ്ങൾക്ക് മാറ്റം വരും. लेकिन परमेश्वर के लोग जब खड़ा होना शुरू करेगा ये सारे बातों बदल जाएंगी. ഇന്ത്യ മുഴുവനും MLA-മാര് MP-മാരും എഴുന്നേൽക്കണം. भारत में पूरी जगहों से MLA और MP लोग खड़ा होना है. നമ്മുടെ ഇടയിൽ നിന്ന് പെന്തക്കോസ്ത് മന്ത്രിമാർ എഴുന്നേൽക്കണം. हमारे बीच में पेंतकोस्त लोगों का जो मंत्री लोग खड़ा होना है. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോസേഫ് ആണ് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. परमेश्वर के वचन पढ़ने के समय हम देखते हैं अरिमतिया का जोसेफ नाम का व्यक्ति का जो कब्रिस्तान में यीशु मसीह को रखा है. അവരുടെ കൂട്ടത്തിൽ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. उनका बीच में एक महायाजक थे. ആ മഹാപുരോഹിതനാണ് പ്രവചിച്ചു പറഞ്ഞത് സകല ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന്. उस महायाजक ने भविष्यवाणी किया था सारे लोगों के लिए एक व्यक्ति मरना उचित है. അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കണമെന്ന് പറഞ്ഞത് മഹാപുരോഹിതൻ പറഞ്ഞെങ്കിൽ വെളിപ്പാടുള്ള മഹാപുരോഹിതനായിരുന്നു അത്. अगर वो महायाजक ऐसा कहा है तो वो महायाजक प्रकटीकरण पाया हुआ व्यक्ति है. പൗലോസിനെ അടിച്ച് കാരാഗ്രഹത്തിലിട്ടു. पौलुस को जब मार करके बंदी गृह में डाल दिया. ചാട്ടവാർ കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. उन्हें जैसा घोड़े से मारना है करके या घोड़ा गिराना है करके उनसे कहा. പൗലോസ് പറഞ്ഞു റോമാ പൗരനായ ഒരുവനെ വിസ്താരം കൂടാതെ അടിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചു. पौलुस ने पूछा रोम के जो नागरिकता पाया हुआ एक व्यक्ति को न्याय किया जाने के पहले मारने के लिए तू कौन है करके पूछा. ന്യായാധിപൻ ഭയന്നു പോയി. और न्यायाधीश से डर गया. ഈ പൗലോസിന്റെ വാക്ക് കേൾക്കാൻ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ അവിടെ കൂടി വന്നിരുന്നു. ये पौलुस के बातों सुनने के समय वहां के शास्त्री और सारे शासकीय लोग भी वहां पर जमे थे. പത്രോസിന്റെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നു. पत्रोस के समय में चिन्ह चमत्कार हुआ है. പത്രോസിനെ വിസ്തരിക്കാൻ അവിടുത്തെ ഉള്ള അന്നത്തെ മഹാപുരോഹിതന്മാരും രാജാക്കന്മാരും എല്ലാവരോടും ഒന്നിച്ചുകൂടി. हमें पत्रोस को न्याय करने के लिए वहां के राजा के अधिकारी लोग और वहां के याजक लोग सभी लोग जमा हो गया. നീ ഏത് ശക്തി കൊണ്ടാണ് നടത്തുന്നതെന്ന് ചോദിച്ചു. तुमने कौन सा शक्ति के द्वारा ये काम कर रहा है करके उनसे पूछा. പത്രോസ് വായു തുറന്നു പറഞ്ഞു, पत्रोस ने अपने मुंह खोलकर बोला है, നിങ്ങൾ ക്രൂശിച്ചവനും तुमने जो क्रूस पे चढ़ाया हुआ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം മരിച്ചവരുടെ ഉയർപ്പിച്ചവരുമായ हमारा जो पूर्व पिताओं का परमेश्वर जो मरे हुए में से जिलाया हुआ परमेश्वर നസറേയനായ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. नासर यीशु मसीह के नाम से ही उद्धार है करके उन्होंने कहा. യേശുവിന്റെ നാമം പത്രോസ് അവിടെ ഉയർത്തി. यीशु मसीह के नाम को पत्रोस ने वहां पर ऊंचा किया. എല്ലായിടങ്ങളിലും യേശുവിന്റെ നാമം ഉയരണം. हमें सभी के बीच में परमेश्वर यीशु मसीह के नाम ऊंचा उठाए जाना. ഇവിടെ പത്മനാഭപുരത്തിൽ കുന്നിക്കോടിനടുത്ത് പിടവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. हमारे पटनापुरम में हमें वहां पर एक जगह है. അവിടെ അവരുടെ സ്വന്തം മതിലിൽ ദൈവവചന വാക്യങ്ങൾ എഴുതി വെച്ചു. उसने अपने घर के दीवार जो बाहर के दीवार में एक वचन लिखी रखा. അതിനകത്തെ ഉള്ള ഒരു ഭാഗം തീവ്രവാദ സ്വഭാവമുള്ള ദൈവ നിഷേധി പെയിന്റ് അടിച്ചു മായ്ച്ചു കളഞ്ഞു. उसमें जो हमें परमेश्वर के विरुद्ध में खड़ा होने वाला हमें एक गलत विचार वाला एक व्यक्ति परमेश्वर को निषेध करने वाला व्यक्ति ने उसका एक भाग को पेंट करके उसको निकाल दिया.
പണ്ട് നാട്ടുകാര് പറയും വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന്. जो पहले ऐसा कहता है सफेद होने के लिए जो लगाया हुआ वो बड़ा बीमारी में पहुंच गया है। അതുകൊണ്ട് ആ വേദപുസ്തകവാക്യം ലോകം മുഴുവൻ അറിയേണ്ടി വന്നു. इसी कारण बाइबल का उस वचन सारे दुनिया में सभी लोगों को जानकारी में आया है। വ്യഭിചാരികളും ദുർഭോഗികളും പല കാര്യങ്ങളും വിഗ്രഹാരാധികളും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ള വാക്ക് ലോകത്തെ അറിയിച്ചത് ഒരു വാക്യം എഴുതിയതാണ്. आमेन। जो मूर्ति पूजा करने वाला, व्यभिचार करने वाला, ऐसा जो लोग स्वर्ग राज्य में प्रवेश नहीं करेंगे करके ये वचन सभी लोगों को मालूम पड़ा हुआ कारण है कि उस वचन को उधर दीवार में लिख के रखा। इसी का ഞാൻ സഹോദരനെ അപ്രീഷിയേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. आमेन। उस जो वचन लिखा हुआ जो व्यक्ति को मैं प्रोत्साहन देकर उनके लिए मैं प्रार्थना करता हूँ। അത് തൂത്ത് കളഞ്ഞതുകൊണ്ട് യൂട്യൂബുകാരും ചാനലുകാരും എല്ലാം അത് ഘോഷിച്ചു. उसको आमेन उस वचन का उस शब्द को हटाया। इसी कारण यूट्यूब में और पूरा चैनल वाला उसको एक बड़ा हमें विषय बना दिया है। അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് പേര് കമന്റ് ബോക്സിനകത്തിട്ടു. हमें अनुकूल रीति से भी और प्रतिकूल रीति से भी बहुत सारे लोग उसमें कमेंट डाला है। ഞാനും പലതിനകത്ത് കമന്റ് ബോക്സിനകത്ത് ഞാനും എന്റെ അഭിപ്രായങ്ങൾ ഇട്ടു. हमें कई जगह में मैं भी मेरा जो बातों डाल दिया है। ലോകം അറിഞ്ഞു. അതുകൊണ്ട് സ്വർഗമുണ്ടെന്നും സ്വർഗരാജ്യത്തിൽ ഇങ്ങനെയുള്ളവർ പ്രവേശിക്കയില്ല എന്നും അറിയിക്കാൻ ആ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. हमें स्वर्ग है और स्वर्ग राज्य में प्रवेश करने वाला कौन कौन है करके सारे लोगों को बताने के लिए उस मनुष्य को उधर इस्तेमाल किया है। അച്യുതാനന്ദന്റെ വേലിക്കകത്തെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഞാനും പോയി അച്യുതാനന്ദന്റെ വീട് കണ്ടു. अच्युतानंद जो है उनके जो घर में उनका दीवार के अंदर जाके उनका घर में परमेश्वर के दास देखा है। ആ മനുഷ്യനാണ് പറഞ്ഞത് ചാകാത്ത മുഴുവൻ കെടാത്ത തീയുമുണ്ടെന്നുള്ളത്. उसी मनुष्य ने ऐसा कहा है कि जो नरक है वहां पर ना बुझने वाला आग और ना मरने वाला कीड़ा है। അച്യുതാനന്ദനോട് ആരാ പറഞ്ഞത് നരകമുണ്ടെന്ന്? अच्युतानंद से कौन बोला है ऐसा नरक है करके? എന്നെ പോലെ നിങ്ങളെ പോലെ ഉള്ളവരെ വിളിച്ചു പറഞ്ഞതാണ് അച്യുതാനന്ദന വാക്യം അറിയാനിടയായത്. हमें मेरे और आपके जैसा लोग बोलने वाला परमेश्वर के वचन है, वो वचन वो सुना है, ये इसलिए उसने ऐसा कहा है। അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി. इसलिए तिमोथेयुस का पत्री में ऐसा लिखा है, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. आमीन। ये हमारा परमेश्वर के सामने योग्य हो। അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. वह यह चाहता है कि सब मनुष्यों का उद्धार हो और वे सत्य की भली भांति पहचान ले। ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. क्योंकि परमेश्वर एक ही है और परमेश्वर और मनुष्यों के बीच में भी एक ही बिचवाई है। നമ്മുടെ ഇടയിലും എംഎൽഎമാരും എംപിമാരും ഒക്കെ ഉണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. हमारे बीच में भी आमीन एमएलए एमपी और मंत्री लोग होना चाहिए, उसके लिए हम प्रार्थना करना जरूरी है। നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുക. हम उसके लिए प्रार्थना करना है करके पौलोस यहाँ पर बोला है। ഇന്ന് കേരളത്തെ നിയന്ത്രിക്കുന്നത് പെന്തക്കോസ്തുകാരാണെന്ന് നിരീക്ഷകന്മാര് നിരീക്ഷിച്ചു പറയുകയാണ്. आज जो केरला को नियंत्रण करने वाला पेंतकोस्त लोग करके जो राष्ट्रीय लोग कहता है। അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും കഴിക്കണം. इसलिए हम प्रार्थना और विनती और याचना करना है। ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. प्रभु परमेश्वर हम सबको आशीष करे। ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ വാദവിവാദത്തിന് കാരണമാകും. शायद मैंने बोला हुआ बात एक वाद विवाद के कारण हो जाएंगे। ഞാന് ദൈവം കൃപ തന്നാൽ ഫേസ്ബുക്ക് ലൈവിൽ ഞാനിത് പറയും. हमें ऐसा है तो मैं फेसबुक लाइव में ये बातों को बता दूंगा। ബാബു ചെറിയാൻ സപ്പോർട്ട് ചെയ്യുന്നു. ബാബു ചെറിയാൻ ഭാഷയുടെ വാക്കിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. हमें बाबू चरियन पास्टर जो बोला है उसको मैं सपोर्ट करता हूँ। എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഉത്സാഹിക്കാൻ സാധിച്ചിരിക്കും.
हमें मेरे आवाज सुनने वाला आप लोग भी इस बातों में उत्साहित हो जाएगा तो ये काम हो जाएंगे। ആ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. प्रभु परमेश्वर हम सबको आशीष करें। ജോയ് ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്നതിന് കർത്താവിന് സ്തോത്ര. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന തോമസൺ പാസ്റ്റർ ഗ്രാമത്തിലാണ്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു പോയ കാര്യങ്ങളെല്ലാം സഫലമായി അനുഗ്രഹത്തോടെ മടങ്ങി വരട്ടെ. കർത്താവ് നമ്മളെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. हमें प्रभु इस वचनों से हम सभी को आशीष करें। प्रभु के दास थॉमसन पास्टर जो गया हुआ सेवकाई में प्रभु ने बहुत ऐसी आशीष करे। ഇച്ചിരി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ലീവാകുക.